2019-20 ഹിന്ദി ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമാണ് നമ്മൾ നോക്കുന്നത്. सूचना पक्षी और दीमक कहानी का यह अंश पढ़े और प्रश्न 1 से 3 तक के उत्तर लिखें. പക്ഷി और ദീമക് കഥയിൽ നിന്നുള്ള ഈ ഭാഗം വായിക്കുക. എന്താണ്? ഗാഡി വാലേക്കോ വണ്ടിക്കാരന് പക്ഷി കി ബാത് പക്ഷിയുടെ സംസാരം സമജ് മേ നഹിമായി മനസ്സിലായില്ല. ഉസ്നെ അവൻ സിർഫ് ഇത്നാ കഹ ഇത്ര മാത്രം പറഞ്ഞു. തോ മേ ക്യാ കരൂ ഞാൻ എന്താ വേണ്ടത്? യേ മേരി ദീമകെ ലേലോ നീ എന്റെ ഈ ചിതലുകളെ എടുത്തോളൂ. ഔർ മേരെ പങ്ക് എന്റെ ചിറക് മുജേ വാപ്പസ് കർദോ എനിക്ക് തിരിച്ചു തരൂ. പക്ഷീനെ ജവാബ് ദിയ പക്ഷി മറുപടി കൊടുത്തു. ഗാഡിവാല ടട്ടാക്കർ ഹസ്പട അട്ടഹസിച്ചു ചിരിച്ചു. വണ്ടിക്കാരൻ അദ്ദേഹം പറഞ്ഞു, ബേവ്കൂഫ് എ വിഡി മേ ദീമക് കെ ബദലെ ഞാൻ ചിതലകൾക്കു പകരം പങ്ക് ലേത്താവും ചിറകാണ് വാങ്ങിക്കുന്നത്. പങ്ക് കെ ബദലെ ചിറകിനു പകരം ദീമകുകളല്ല. ഇനി ഇതിന്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതണം. ഉത്തർ സമാനാർത്ഥക ശബ്ദ കോൻസ ഉത്തർ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? സമജ്, വാപ്പസ്, ബദ്ലെ, ജവാബ്. ഇതിൽ ശരി ഉത്തരം ജവാബ് മറുപടി. രണ്ടാമത്തെ ചോദ്യം, വഹാ ഗാഡിവാല ക്യോം ടട്ടാക്കർ ഹസ്പട എന്തിനാണ് വണ്ടിക്കാരൻ അട്ടഹസിച്ച് ചിരിച്ചത്? ക്യോംകി പക്ഷി മൂർഖത പക്ഷി വിഡ്ഢിയായിരുന്നു. ക്യോംകി കാരണം എന്തെന്നാൽ പക്ഷി ചാലാക്കത സാമർത്ഥ്യക്കാരനായിരുന്നു. ക്യോംകി പക്ഷി വിദ്വാൻത പക്ഷി വിദ്വാനായിരുന്നതുകൊണ്ട്. ക്യോംകി പക്ഷി ക്രോധീത ഇതിലർത്ഥം ശരിയായത് ഏതാണ്? പക്ഷി മൂർഖത ഈ പക്ഷി ഒരു വിഡ്ഢിയായിരുന്നു. അടുത്തത് കഹാനി കെ ഇസ് അംശ കെ ആധാർ പർ പട്കഥാ കാ ഏക് ദൃശ്യ ലിഖേ. ഈ കഥയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളൊരു പട്കഥ തയ്യാറാക്കണം. പട്കഥയാണ്. പട്കഥ നടക്കുന്നത് എവിടെയാണ്? സ്ഥലം വേണം. ഇപ്പൊ ജംഗൽ കാ രാസ്ത കാട്ടിലെ വഴി. തീസ്രാ പഹർ 3 മണി. ഗാഡിവാല ജോ ലഗ്ഭഗ് 50 സാൽ കി ആദ്മി വണ്ടിക്കാരൻ ഏകദേശം 50 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ. ധോത്തി ഔർ ബനിയൻ പെഹനാ ഹുവാദ ധോത്തി തുണിയും ബനിയനും ധരിച്ചിട്ടുണ്ട്. സിർപർ സിർപർ പഗടി ബാന്ധിതി തലയിൽ കെട്ടുണ്ട്. പക്ഷി ജോ ഖാസ് കെ ഗുജ്ജേ മേ സിമട്ട് കർ ബൈഠാദ പുൽക്കൂട്ടത്തിനിടയിൽ ഇരിക്കുകയാണ് പക്ഷി. ബൈൽഗാഡി സടക് പർ ആ രഹി ഹെ കാളവണ്ടി റോട്ടിലൂടെ വരുന്നുണ്ട്. പക്ഷി ഗാഡിവാലേ ഓ ഗാഡിവാലേ എന്നിട്ട് അവർ തമ്മിലുള്ള സംഭാഷണം. മേ കബുസേ ഞാൻ എപ്പോൾ മുതൽ തുമാര ഇന്ത്സാർ കർ രഹാ ഥാ നിന്നെ കാത്തിരിക്കുകയാണ്. ഗാഡിവാല ചാരം ഓർ ദേഖ്താ ഹെ 4 ഭാഗവും നോക്കുന്നു. പക്ഷി ദേഖോ മേ കിത്നി സാരി ദീമകെ ജമാ കർ ലി ഹെ ഞാൻ എത്ര ചിതലുകളെയാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നതെന്ന് നോക്കൂ. ഗാഡിവാല തോ മേ ക്യാ കരോ അതിന് ഞാൻ എന്താ വേണ്ടത്? പക്ഷി യേ മേരി ദീമകേം ലേലോ എന്റെ ഈ ചിതലുകളെ എടുത്തോളൂ. അവർ മേരെ പങ്ക് മുജേ വാപ്പസ് കർദോ എന്റെ ചിറക് എനിക്ക് തിരിച്ചു നൽകൂ. ഗാഡിവാല ബേവ്കൂഫ് വിഡ്ഢി മേ ഞാൻ ദീമകെ ബദലെ ചിതലുകൾക്ക് പകരം പങ്ക് ലേത്താവും ചിറകാണ് വാങ്ങിക്കുന്നത്. പങ്ക് കെ ബദലെ ചിറകുകൾക്ക് പകരം ദീമകിനെയും ചിതലുകളല്ല. ഗാഡിവാല ചലാ ജാത്താ ഹെ വണ്ടിക്കാരൻ പോകുന്നു. പക്ഷി ചട്ട് പട്ടാക്കർ രഹ് ജാത്താ ഹെ. അടുത്ത ചോദ്യം നോക്കാം. നംഗേ പയർ കഹാനി കാ യഹ് അംശ് പഠേ. നംഗേ പയർ നഗ്നമായ കാലുകൾ എന്ന കഥയിൽ നിന്നുള്ള യഹ് അംശ് ഈ ഭാഗം വായിക്കൂ. ഔർ പ്രശ്ന 4 से 6 तक के उत्तर लिखे. 4 മുതൽ 6 വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. യഹ് സുൻതേ സുൻതേ ഇത് കേട്ട് കേട്ട് ബേബീനെ
പോസ്റ്റ്മാൻ കെ ഹാത്ത് മേ പോസ്റ്റ്മാന്റെ കൈകളിൽ ജൂത്തേ കാ ബണ്ടൽ ദമാദിയ ചെരുപ്പിന്റെ ആ കെട്ട് കൊടുത്തു. അജരജ് സെ സക് പകാക്കർ ഉസിനെ ബണ്ടൽ ഖോല അത്ഭുതത്തോടെ അതേ ആ പൊതി തുറന്നു. ഭീത്തർ ഏക് ജോഡി ഉള്ളിലായി ഒരു ജോഡി സുന്ദർ ജൂത്തേത് ഭംഗിയുള്ള ചെരുപ്പായിരുന്നു. പോസ്റ്റ്മാനെ മൻ ഹി മൻ കഹുഡ പോസ്റ്റ്മാൻ മനസ്സിൽ പറഞ്ഞു. ഈസ് ബച്ചീനെ ഇവിടെ ബച്ച എന്നുള്ളത് ബച്ചീന്ന് പെൺകുട്ടി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ബച്ച. ഈ പെൺകുട്ടി തോ മുജെ നംഗെ പൈർക്കോ എന്റെ നഗ്നമായ കാലുകൾക്ക് ജൂത്തേ ദിയ ചെരുപ്പ് നൽകി. ഉസ്കെ പയർ നഹിഹെ ആ കുട്ടിക്ക് കാലുകൾ തന്നെയില്ല. വോ മേ കേസെ ദേ സകൂങ്ക അത് ഞാൻ എങ്ങനെയാണ് കൊടുക്കുക. ഇനി നാലാമത്തെ ചോദ്യം. സഹി വികൽപ്പ് ചുൻകർ ലിഖേ ഉസ്കെ എന്നുള്ളതിനുള്ള ശരിയായ വികല്പം ഏതാണെന്ന് എഴുതുക. അതായത് ഈ ഭാഗം സർവനാമം, ഈ ഭാഗം വിഭക്തി പ്രത്യയം. ഇതിൽ ശരിയായ സർവനാമം വിഭക്തി പ്രത്യയം ഏതാണ്? ഉസ്കെ എന്ന് പറയുമ്പോൾ വാഹ് പ്ലസ് കെ ആണ് ശരിയായ ഉത്തരം. ഇത് മൂന്നാം ഓപ്ഷൻ ഖ, വാഹ് പ്ലസ് കെ ഉസ്കെ, ഇതാണ് ശരിയായ ഓപ്ഷൻ. ചോദ്യം. ബേബീനെ പോസ്റ്റ്മാൻ കെ ഹാത്തോം ജൂത്തോം കാ ബണ്ടൽ ദമാദിയ ഹാത്തോം മേ ഈ ബേബി എന്ത് ചെയ്തു? പോസ്റ്റ്മാന്റെ കൈകളിലേക്ക് ചെരുപ്പിന്റെ പൊതി കൊടുത്തു. ഇസ് പ്രസംഗ് പർ ദോനോം കെ ബീച്ച് കി സംഭവിത വാർത്താലാപ് ലിഖേ രണ്ടുപേരും തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എഴുതുക. അപ്പൊ അതിന്റെ ഉത്തരം. ബേബി അജി തുമ്നെ ഹോളി കാ ഉപഹാർ നഹി മാംഗ താങ്കള് ഹോളിയുടെ സമ്മാനം വാങ്ങിച്ചിട്ടില്ല. അപ്പൊ പോസ്റ്റ്മാൻ മാംഗുക ബഹിൻജി വാങ്ങിച്ചോളാം സഹോദരി. ബേബി കബ് എപ്പോൾ? സാഹബ് സെ ബേണ്ട് നഹിം ഹോ രഹി ഹെ അപ്പൊ ബോസുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല. ബേബി ലേ അബ് മേരയെ ഉപഹാർ എന്റെ ഈ സമ്മാനം വാങ്ങിച്ചാലും. പോസ്റ്റ്മാൻ യേ ക്യാ ഹെ ബേബി? ബേബി ഖോൽ കർ ദേഖോ തുറന്നു നോക്കൂ. അടുത്തത് അകാൽ മേം സാരസ്. അകാൽ മേം സാരസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്ഷാമകാലത്തുള്ള സാരസ പക്ഷികൾ. കവിത കാ യേ അംശ പഠേ കവിതയുടെ ഈ ഭാഗം വായിക്കുക. ഔർ പ്രശ്ന 7 से 8 के ഉത്തർ ലിഖേ 7 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഏക് കെ ബാദ് ഏക് ഒന്നിനു പുറകെ മറ്റൊന്നായി. ഝുണ്ട് കെ ബാദ് ഝുണ്ട് നിരനിരയായി. ധീരെ ധീരെ ആയി സാവധാനത്തിൽ വന്നു. ധീരെ ധീരെ വേ ഛാ ആ ഗയേ സാവധാനത്തിൽ അവ നിഴലിട്ടു നിന്നു. സാരേ ആസ്മാൻ മേ ആകാശം മുഴുവനും. ധീരെ ധീരെ സാവധാനത്തിൽ. ഉൻകെ ക്രേങ്കാർ സെ അവയുടെ കരച്ചിലിന്റെ ശബ്ദം കൊണ്ട്. ഭർ ഗയ സാരാ കാ സാരാ ഷഹർ പട്ടണം മുഴുവനും ഇവറ്റയുടെ കരച്ചിലായി. വേ അവ ദേർ തക്ക് വളരെ നേരം ദേർ തക്ക് കർത്തേ രഹേ ഷഹർ കി പരിക്രമ കുറെ നേരം അവ പട്ടണത്തിന് ചുറ്റും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. 7ാമത്തെ ചോദ്യം. സാരാ ഷഹർ മേ വിശേഷൺ ശബ്ദ് കോൻസാ ഹേ. ഷഹർ എന്ന് പറഞ്ഞാൽ പട്ടണം. ആ പട്ടണത്തെ ഒന്ന് വിശേഷിപ്പിച്ച് പറഞ്ഞു. എങ്ങനെ? സാരാ ഷഹർ മുഴുവൻ പട്ടണവും. അപ്പൊ ഇവിടെ വിശേഷണ ശബ്ദം സാരാ. അടുത്തത് സഹി മിലാൻ കരേ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക. അപ്പൊ നമ്മളിവിടെ ശരിയായ രീതിയിൽ യോജിപ്പിച്ചതാണ്. ആൻസർ കീയാണ്. അകാൽമേം സാരസ് പക്ഷി ക്ഷാമകാലത്ത് സാരസ പക്ഷി झुंड में ആയേ വരി വരിയായി വന്നു. സാരേ ആസ്മാൻ മേ ആകാശം മുഴുവനും. സാരസ് പക്ഷി ധീരെ ധീരെ ചാകയെ സാവധാനത്തിൽ വട്ടമിട്ടു അല്ലെങ്കിൽ നിഴലിട്ടു നിന്നു. സാരസ് പക്ഷിക്ക് ക്രേങ്കാർ സെ സാരസ പക്ഷിയുടെ ക്രേങ്കാർ ശബ്ദത്താൽ. സാരാ കാ സാരാ ഷഹർ വർഗയ പട്ടണം മുഴുവനും നിറഞ്ഞു നിന്നു.
അടുത്തത് സാരസ് പക്ഷി ഷഹർ കി പരിക്രമ. സാരസ പക്ഷി പട്ടണത്തിനെ ചുറ്റൽ ദേർ തക്ക് കർത്തേ രഹേ, കുറെ സമയം വരെ ചെയ്തുകൊണ്ടേയിരുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ജിസ് ഗലീമേ മേം രഹ്താ ഹൂ, ഏതൊരു പട്ടണത്തിലാണോ ഞാൻ താമസിക്കുന്നത്. ഡയറി കാ യേ അംശ പഠേ, ഡയറിയുടെ ഈ ഭാഗം വായിച്ച് പ്രശ്ന 9 से 10 तक के ഉത്തർ ലിഖേ, 9 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഉസ്നെ മുജ്സേ പൂച്ച, അദ്ദേഹം എന്നോട് ചോദിച്ചു. ക്യാ ആപ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്താണ് ചെയ്യുന്നത്. മേനെ കഹ, ഞാൻ പറഞ്ഞു. ഉർദു മേ കവിത ലിഖ്താ ഹൂം, ഉർദുവിൽ കവിത എഴുതുകയാണ്. തോ തും പോയറ്റ് ഹോ, അപ്പോ താങ്കൾ കവിയാണോ. ഉസ്നെ കഹ, അദ്ദേഹം ചോദിച്ചു. മേനെ, ഞാൻ സിർ ഹിലാക്കർ, തല ആട്ടിക്കൊണ്ട് ഹാമി ഭരി, ഹാം, ഞാൻ പറഞ്ഞു അതേ. മേരെ ജവാബ് സെ, എന്റെ മറുപടിയാൽ ബ്രൗൺ കോ ഖുഷി ഹുയി, ബ്രൗണിന് സന്തോഷമായി. ഉസ്നെ, അവൻ അല്ലെങ്കിൽ അദ്ദേഹം അപ്പനെ സിപാഹിയോ കോ, തന്റെ അസിസ്റ്റന്റുമാരോട് ഹുക്കും ദിയ, ആജ്ഞാപിച്ചു. ഇൻകോ, ഇദ്ദേഹത്തെ ഇസ്സത്ത് കെ സാത്ത്, ആദരവോട് കൂടി ഘർ വാപ്പസ് ചോഡ് ആവോ, വീട്ടിലേക്ക് മടക്കി വരൂ. ഇനി അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. ബ്രൗൺ ने കവി മിർസ ഗാലിബ് को, ബ്രൗൺ കവി മിർസ ഗാലിബിനെ ഇസ്സത്ത് കെ സാത്ത്, ആദരവോടുകൂടി ഘർ വാപ്പസ് ചോഡ് ആനെ കാ ഹുക്കും ദിയ, വീട്ടിലേക്ക് പോകുവാനുള്ള ആജ്ഞ നൽകി. ബ്രൗൺ കാ ഇസ് മനോഭാവ് പർ ആപ് കാ വിചാർ ക്യാ ഹെ, ബ്രൗണിന്റെ ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് താങ്കളുടെ സങ്കല്പം എന്താണ്. അപ്പോൾ 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബ്രൗണിന്റെ ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായമാണ് ചോദിച്ചത്. ഷായരോം കെ പ്രതി, ഷായർ നല്ല കവി, കവികളെ സംബന്ധിച്ച് ബ്രൗൺ കാ ആദർ, ബ്രൗണിന്റെ ആദരവ്, ബഹുമാനം യഹാ പ്രകട് ഹോത്താ ഹെ, ഇവിടെ പ്രകടമാകുന്നു. ലേക്കിൻ, എന്നാൽ കൈദ് കിയെ അന്യ ബേഷുമാർ, എന്നാൽ അറസ്റ്റിലാക്കിയ മറ്റ് ബേഷുമാർ ബേഗുനാഹോം കെ പ്രതി, ബാക്കിയുള്ള നിരപരാധികളായ ആളുകളെ സംബന്ധിച്ച് ഉൻകി കാര്യവാഹി സെ, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അഹമ്മദി നെയും കർ സക്താവും, നമുക്ക് യോജിക്കുവാൻ കഴിയില്ല. ഇനി 10ാമത്തെ ചോദ്യം. കവി ഹോനെ കെ കാരൻ, കവി ആയത് കാരണം മിർസ ഗാലിബിനെ ഗിരഫ്താർ നഹീം കിയ, അറസ്റ്റ് ചെയ്തില്ല. സമാചാർ പത്ര കെ ലിയെ ഇസ്കി റിപ്പോർട്ട് തയ്യാർ കരേ, ന്യൂസ് പേപ്പറിന് വേണ്ടി ഇതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. അഥവാ അല്ലെങ്കിലോ മാൻലി, സങ്കൽപ്പിക്കുക. മിർസ ഗാലിബ് ഇസ് ഘടനയ്ക്ക് ബാരേമേ, ഈ സംഭവത്തെ കുറിച്ച് ഡയറി ലിഖ്തേ ഹേ, ഡയറി എഴുതുകയാണ്. വഹ് ഡയറി, ആ ഡയറി കൽപ്പന കർക്കെ ലിഖേ, ഒന്നുമില്ലെങ്കിൽ ഈ മിർസ ഗാലിബിനെ വെറുതെ വിട്ടതിനെ കുറിച്ചൊരു പത്ര റിപ്പോർട്ട് തയ്യാറാക്കുക, അല്ലെങ്കിൽ അന്നത്തെ രാത്രി മിർസ ഗാലിബ് എഴുതിയ ഡയറി തയ്യാറാക്കണം. ആദ്യം റിപ്പോർട്ടാണ്. കവി ഹേ തോ ഗിരഫ്താർ നഹീം, അപ്പോൾ റിപ്പോർട്ട് റൈറ്റിംഗിന് എന്ത് വേണം. ആദ്യം തന്നെ റിപ്പോർട്ട് റൈറ്റ് ചെയ്യാൻ ഒരു ഹെഡിങ് കൊടുക്കണം, ന്യൂസ് ഹെഡിങ്. കവി ഹേ തോ, കവിയാണെങ്കിൽ ഗിരഫ്താർ നഹീം, അറസ്റ്റില്ല. അടുത്തത് എവിടെയാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് എഴുതാം. ദില്ലി. നിങ്ങൾക്ക് ഇനി സ്ഥലം കിട്ടിയില്ലെങ്കിൽ സ്ഥാനം എഴുതിയിട്ട് 2 കുത്തെങ്കിലും ഇടാം. അംഗ്രേസോനെ, ഇംഗ്ലീഷുകാർ. ദില്ലി മേം ആത്തേ ഹി, ഡൽഹിയിലേക്ക് വന്നപ്പോൾ സീധേ സാധേ ലോഗോം കോ, സാധാരണക്കാരായ ആളുകളെ മാര, കൊന്നു. ഔർ ഗരീബോം കെ ഘർ ജലാ ദിയ, പാവപ്പെട്ടവരുടെ വീടിനെ തീ കൊടുത്തു. ഇസ്കെ സിൽസിലെ മേ കേണൽ ബ്രൗൺ നാമക് അംഗ്രേസി അഫ്സർ ने नेतृत्व में विख्यात गजल,
ഈ ഒരു കാര്യത്തില് കേണൽ ബ്രൗൺ പേരുള്ള ഇംഗ്ലീഷ് ഓഫീസറുടെ നേതൃത്വത്തിൽ വിഖ്യാത് ഗസൽ കവി, പ്രശസ്ത ഗസൽ കവിയായ മിർസ അസദുല്ല ബാഗ് ഖാൻ കെ ഘർ മേം, അദ്ദേഹത്തിന്റെ മിർസ ഗാലിബിന്റെ മുഴുവൻ നെയിം എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ, നിങ്ങൾക്ക് മിർസ ഗാലിബ് എന്ന് മാത്രം എഴുതിയാൽ മതി, പ്രശ്നമല്ല. അപ്പൊ വിഖ്യാത് ഗസൽ കവി മിർസ ഗാലിബ് കെ ഘർ മേം, മിർസ ഗാലിബിന്റെ വീട്ടിൽ കുച്ച് അംഗ്രേസ് സിപ്പാഹി ആയേ. അപ്പൊ ഇംഗ്ലീഷുകാര് സാധാരണക്കാരുടെ വീടുകൾ കത്തിച്ചു കളയുക, അവരെ ഒക്കെ ചെയ്യുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേണൽ ബ്രൗൺ എന്ത് ചെയ്തു? കുറെ സിപായികളെ, പട്ടാളക്കാരെ അല്ലെങ്കിൽ പോലീസുകാരെ മിർസ ഗാലിബിന്റെ വീട്ടിലേക്ക് അയച്ചു. ഉൻകെ ബച്ചോ, അദ്ദേഹത്തിന്റെ കുട്ടികൾ, 3 നൗക്കരോ, 3 വേലക്കാര്, അവർ കുച്ച് പടോസിയും കുറച്ച് അയൽക്കാരെയും ഗിരഫ്താർ കർലിയ, അറസ്റ്റ് ചെയ്തു. ലേക്കിൻ എന്നാൽ ഷായർ ഹോനേക്കെ കാരൻ, കവിയായത് കാരണം മിർസ ഗാലിബുക്കോ ഔർ മിർസ ഗാലിബിനെയും കൂടെ സാത്ത് ഗിരഫ്താർ കിയെ, കൂടെ അറസ്റ്റ് ചെയ്ത ലോകോംകോ ആളുകളെയും റിഹാ കർദിയ, മോചിപ്പിച്ചു. ബഡേ ഇസ്സത്ത് കെ സാത്ത്, വലിയ ആദരവോട് കൂടി ഉനേം, അവരെ ഘർ പഹുഞ്ചാദിയ, വീട്ടിലേക്ക് എത്തിച്ചു. ഇനി അതല്ലെങ്കിൽ മിർസ ഗാലിബിന്റെ ഡയറി നമുക്കൊന്ന് നോക്കാം. ഡയറി എഴുതുമ്പോ ഡേറ്റ് വേണം, ടൈം വേണം. അത് ഈ സൈഡിൽ എഴുതിയാലും കുഴപ്പമില്ല. ആജ് കി ഘടന, ഇന്നത്തെ സംഭവം, അവിസ്മരണീയ. അതിനു മുമ്പ് നിങ്ങൾ ഡയറിയെ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എഴുതിക്കൊള്ളൂ. ആജ് കാ ദിൻ അവിസ്മരണീയ എന്ന് എഴുതിയാൽ മതി. മേനെ, ഞാൻ, കഭി നഹിം, ഒരിക്കലും, സോച്ചാഥ, വിചാരിച്ചിരുന്നില്ല, കി ജാൻ സെ ബച്ച് ജാവുക, ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കേണൽ ബ്രൗൺ കെ കവി ഹോനെ കെ കാരൻ, കേണൽ ബ്രൗണിൽ നിന്നും കവി ആയത് കാരണം, ഗിരഫ്താർ കിയെ മുझे, അറസ്റ്റ് ചെയ്യപ്പെട്ട എന്നെ, ഔർ സാത്തിയോ കോ, കൂട്ടുകാരെയും, കിത്നെ ഇസ്സത്ത് കെ സാത്ത്, എത്ര ആദരവോടെയാണ്, റിഹാ കർദിയാഹെ, മോചിപ്പിച്ചത്. മേരെ ജവാബ് സെ, എന്റെ മറുപടിയാൽ, വേ കിത്നെ ഖുഷ് ഹുയെ, ഞാൻ ഇങ്ങനെ പോയിട്ടാണ് വെച്ചപ്പോ അതേന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എത്ര സന്തോഷവാനായി. മേരെ നിവേദൻ സെ, എന്റെ അപേക്ഷയാൽ, സബ് ബച്ചുകയെ, എല്ലാവരും രക്ഷപ്പെട്ടു. ഈശ്വർ കി കൃപാസെ, ഈശ്വരനോടുള്ള നന്ദിയോടെ അല്ലെങ്കിൽ ഈശ്വരന്റെ കാരുണ്യത്താൽ, ഐസാ ജവാബ് ദേനെ കാ വിചാർ, അങ്ങനെയുള്ള മറുപടി നൽകുന്നതിനുള്ള വിചാരം ആയ, വന്നു. നെഹിത്തോ, ഇല്ലെങ്കിലോ, കൽപ്പനാഭി കർ സക്ത, സങ്കല്പിക്കുവാൻ പോലും കഴിയുന്നില്ല. ഇനി അടുത്തത് നോക്കാം. ദീപ് ജലാവോ കവിതാക്കി, ദീപ് ജലാവോ എന്ന കവിതയുടെ യേ പങ്ക്തിയാം, ഈ വരികൾ വായിക്കുക. ഔർ പ്രശ്ന 11 ഔർ 12 ഉത്തർ ലിഖേ, 11-12 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആജ് മുക്ത് കർ മൻ കെ ബന്ധൻ, ഇന്ന് മനസ്സിന്റെ ബന്ധനത്തെ മോചിപ്പിക്കുക. കരോ ജ്യോതി ക ജയ് ക വന്ദൻ, വിജയത്തിന്റെ പ്രകാശത്തെ വന്ദിക്കുക. സ്നേഹം അതുല്യമാണ്, അതുല്യധനമാണ്. ധന്യ യഹ് ഭുവൻ, സ്നേഹത്താൽ ഈ ഭൂമി ധന്യമാകട്ടെ. ബൻകർ സ്നേഹഗീത് ലഹരാവോ, സ്നേഹഗീതമായി എല്ലായിടത്തും അലയടിക്കൂ. ഇനി 11ാമത്തെ ചോദ്യം. ആപ് കെ വിചാർ മേ, താങ്കളുടെ സങ്കല്പത്തിൽ, മൻ കെ ബന്ധനോം കോ, മനസ്സിന്റെ ബന്ധനങ്ങളെ, മുക്ത് കർണേസെ, മോചിപ്പിക്കുന്നതിൽ നിന്നും, ക്യാ ക്യാ ലാഭ് ഹെ, എന്തെല്ലാം ലാഭങ്ങളാണ്? അതിന്റെ ഉത്തരം, സ്നേഹരൂപി അൻമോൾ സമ്പത്തി സെ, സ്നേഹമാകുന്ന അമൂല്യമായ സമ്പത്തിനാൽ, സംസാർ കോ ധന്യ ബന പായ, ഈ ലോകം മുഴുവനും ധന്യമായി. സ്വാർത്ഥതാക്കെ ബന്ധനോം സെ, സ്വാർത്ഥതയുടെ ബന്ധനത്തിൽ നിന്നും
മുക്തി മിൽഗയി, മോചനം ലഭിച്ചു. അതിൽ തന്നെയുള്ള 12ാമത്തെ ചോദ്യം, നിമ്നലിഖിത പ്രസ്താവ് പഠേം, താഴെയുള്ള പ്രസ്താവന വായിക്കുക. കവി ഔർ കവിത കാ പരിചയ ദേത്തെ ഹുയെ, കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവിതാംശ് കാ ആശയ ലിഖേ, കവിതയുടെ ആശയം എഴുതുക. ഹമേം മൻ കെ ബന്ധനോ കോ മുക്ത് കർനാ ഹെ, നമുക്ക് മനസ്സിന്റെ ബന്ധനങ്ങളെ മോചിപ്പിക്കേണ്ടതുണ്ട്. യഹ് ദുനിയ അതുൽ സ്നേഹ സേ ധന്യ ഹെ, ഈ ലോകം അതുല്യമായ സ്നേഹത്താൽ ധന്യമാകുന്നു. ഈ വരികൾ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ആശയം എഴുതണം. ആശയം എഴുതുമ്പോൾ എപ്പോഴും ഒരു 5-6 വരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കവിതയെ പരിചയപ്പെടുത്തുക, കവിയെ പരിചയപ്പെടുത്തുക, ഈ കവിതയുടെ ആശയം എന്താണെന്ന് വ്യക്തമാക്കുക. പിന്നെ ഈ തന്നിട്ടുള്ള വരികളുടെ വാക്കർത്ഥം എഴുതുക. അതിനുശേഷം ഇതിലുള്ള മെസ്സേജ് എഴുതുക. ഈ കവിത നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല, അത്രയും എഴുതിയാൽ 4 മാർക്ക് കിട്ടും. നമുക്കിതിന്റെ ആശയം എഴുതിയതൊന്ന് നോക്കാം. ഹിന്ദി സാഹിത്യത്തിലെ പ്രഗതിശീൽ കവി, പ്രശസ്തനായ കവി ത്രിലോചൻ ശാസ്ത്രി की सुंदर कविता है दीप जलाओ. इस कविता में, ഈ കവിതയിൽ കവി ഹമേ കഹ് ദേത്തെ, നമുക്ക് പറഞ്ഞു തരുന്നത് ജീവൻ മേ മാനവീയ മൂല്യങ്ങളെ അപ്നാക്കർ, സ്വന്തമാക്കിയിട്ട് സാമാജിക് ഭലായി കെ ലിയെ, സാമൂഹിക നന്മയ്ക്കു വേണ്ടി ഭലായി കെ കാര്യക്രമമേ, സാമൂഹിക നന്മയുടെ കാര്യക്രമങ്ങളിൽ ഭാഗീദാർ ബനി, ഓടി നടക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? ഹിന്ദിയിലെ പ്രശസ്ത കവിയായ ത്രിലോചൻ ശാസ്ത്രിയുടെ സുന്ദരമായ കവിതയാണ് ദീപ് ജലാവോ. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തി. ഇതൊരു ഈ കവിതയുടെ ആശയമാണ്. ഇസ് കവിതാമേ, ഈ കവിതയിൽ കവി ഹമേ കഹ്ദേത്തി, നമ്മളോട് പറയുന്നത് എന്താണ്? ഈ കി ശ്രദ്ധിക്കുക. ജീവന്മേ, ജീവിതത്തിൽ, മാനവീയ മൂല്യവും കോ, മാനുഷിക മൂല്യങ്ങളെ സ്വന്തമാക്കിയിട്ട് സാമൂഹിക നന്മയ്ക്കു വേണ്ടിയുള്ള കാര്യക്രമങ്ങളിൽ നമ്മൾ ഓടി നടക്കണം. കവി കഹത്തെ, ഇനി വരിയുടെ ആ തന്ന സെന്റൻസിന്റെ ലൈൻ മീനിങ്. കവി കഹത്തെ, കവി പറയുന്നത് ഹമേ മൻ കെ ബന്ധനോ കോ, മനസ്സിന്റെ ബന്ധനങ്ങളിൽ നിന്നും ബന്ധനങ്ങളെ മുക്ത് കർനാ ഹെ, മോചിപ്പിക്കേണ്ടതുണ്ട്. ഹമേ പ്രകാശ് കാ ഔർ വിജയ് കാ വന്ദൻ കർണ ചാഹിയെ, നമ്മൾ എന്ത് ചെയ്യണം? പ്രകാശത്തെയും വിജയത്തെയും വന്ദിക്കണം. സ്വയം ഹി സ്നേഹഗീത് ബനാക്കർ, സ്വയം സ്നേഹഗീതമായി സംസാർ മേം ലഹരായും, ലോകത്ത് അലയടിക്കണം. അവർ സംസാർ കോ ധന്യ ബനായും, ലോകത്തെ ധന്യമാക്കണം. ദ്വേഷ്, ദംഭ്, ദേഷ്യം, അഹങ്കാരം, അന്യായം, ഘൃണ, വെറുപ്പ്, ചൽ ആദി സേ ഭരി ഹുയി വർത്തമാൻ ദുനിയാമേ, ഇത്തരത്തിലുള്ള ദുർഗുണങ്ങളാലൊക്കെ നിറഞ്ഞിട്ടുള്ള ഇന്നത്തെ ലോകത്തിൽ ഇസ് കവിതാക്കി ബഡി പ്രാസംഗികത ഹേ, ഈ കവിതയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. അടുത്ത സൂചന ശ്രദ്ധിച്ചാലോ? മേരി മമതാമയി മാം, എന്റെ സ്നേഹമയിയായ അമ്മ. ആത്മകഥാംശക, യ അംശ പഠേം, ആത്മകഥയിൽ നിന്നുള്ള ഈ ഭാഗം വായിച്ച് പ്രശ്ന 13 से 15 तक के ഉത്തർ ലിഖേ, 13 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. യഹ്, ഇത് മേരി മാ കി കഹാനി ഹെ, എന്റെ അമ്മയുടെ കഥയാകുന്നു. വേ, അവർ 93 സാൽ കി 93 93 വയസ്സ് വരെ ജീവിത് രഹി, ജീവിച്ചിരുന്നു. വേ, അവർ ഏക് സ്നേഹശീലയായ, ദയാലുവായ, ധാർമ്മിക പ്രവൃത്തിക്ക് മഹിളാദി, ധർമ്മനിഷ്ഠയുള്ള സ്ത്രീയായിരുന്നു. മേരി മാം, എന്റെ അമ്മ, റോസ്, എല്ലാ ദിവസവും, 5 ബാർ, 5 സമയവും, നമാസ് അദാ കർത്തിതി, നമസ്കാരം കൃത്യമായി നിർവഹിച്ചിരുന്നു. കലാമിന്റെ ഒരു ആത്മകഥയാണ്. ഇനി നമൂനയ്ക്ക് അനുസാർ, മാതൃകയനുസരിച്ച് വാക്യ ബദൽക്കർ ലിഖിയെ, വാക്യത്തെ മാറ്റി എഴുതുക. മാം നമാസ്
അദാ കർത്തി തി. അമ്മ നമസ്കാരം കൃത്യമായി നിർവഹിച്ചിരുന്നു. അടുത്തത് മാം നമാസ് അദാ കർത്തി ഹെ. ഇത് പാസ്റ്റ് ടെൻസ്, ഇത് പ്രസന്റ് ടെൻസ്. അമ്മ കൃത്യമായി നമസ്കരിക്കുന്നു. ലഡ്കിയാം കിതാബ് പഠ്തി തി. പെൺകുട്ടികൾ പുസ്തകം വായിച്ചിരുന്നു. ഇവിടെ എങ്ങനെ എഴുതണം? അപ്പോ ഇവിടെ കർത്തി തി എന്ത് വന്നു? കർത്തി ഹെ. ഇവിടെ പഠ്തി തി, ഇവിടെ എന്ത് വരും? പഠ്തി ഹെ. ഹേക്ക് എന്ത് വേണം? നമ്മളൊരു ഡോട്ട് കൂടി ഇടണം. ഹൈ കഴിഞ്ഞിട്ടൊരു കുത്തു കൂടി ഇടണം. ചോദ്യം, മേരി മാം എന്റെ അമ്മ റോസ് എല്ലാ ദിവസവും 5 ബാർ അദാ കർത്തി തി നമസ്കാരം നിർവഹിച്ചിരുന്നു. യഹാം ഇവിടെ, കലാം കി മാം കി അബ്ദുൽ കലാമിന്റെ അമ്മയുടെ കോൻസി വിശേഷത ഏതൊരു പ്രത്യേകതയാണ് സ്പഷ്ട ഹോത്തി ഹെ വ്യക്തമാകുന്നത്? ഗൃഹസ്ഥ്, ദയാലു, ധാർമ്മിക്, സ്നേഹശീൽ. ഇവിടെ ധാർമ്മിക് ആണ് ശരിയുത്തരം. 15ാമത്തെ ചോദ്യം, കോഷ്ടക് കെ ശബ്ദോം സെ ബ്രാക്കറ്റിലുള്ള വാക്കുകളിൽ നിന്ന് പിരമിഡ് കി പൂർത്തി കരേ. വേർഡ് പിരമിഡ് കംപ്ലീറ്റ് ആക്കണം. മേ പ്യാർ കർത്തി ഥി. ഞാൻ മാം പ്യാർ കർത്തി ഥി. അമ്മ സ്നേഹിച്ചിരുന്നു. മാം ലോകോം സെ പ്യാർ കർത്തി ഥി. അമ്മ ആളുകളെ സ്നേഹിച്ചിരുന്നു. അടുത്തത് മേരി വെച്ചിട്ട്, മേരി മാം ലോകോം സെ പ്യാർ കർത്തി ഥി. മേരി മാം ലോകോം സെ ബഹുത് പ്യാർ കർത്തി ഥി. അങ്ങനെ എഴുതാം. മേരെ മാം ലോകോം സെ കഴിഞ്ഞിട്ട് ബഹുത് പ്യാർ കർത്തി ഥി. എങ്ങനെ സ്നേഹിച്ചിരുന്നു? ആ പ്യാറിനെന്ന് വിശേഷിപ്പിക്കുക ബഹുത്ത് വെച്ചിട്ട്. അടുത്ത സൂചന നോക്കാം. സംസാർ പുസ്തക് ഹേ. ലോകം പുസ്തകമാണ്. പത്രിക, ഇതൊരു കത്തായിരുന്നു. ഈ കത്ത് വായിച്ചതിനു ശേഷം प्रश्न 16 से 18 तक के उत्तर लिखिए. तुम इतिहास किताबों में ही पढ़ सकती हो. നിങ്ങൾക്ക് ചരിത്രം പുസ്തകങ്ങളിൽ നിന്നു മാത്രമേ വായിക്കാൻ കിട്ടുകയുള്ളൂ. ലേക്കിൻ എന്നാൽ പുരാനെ ജമാനെ മേ തോ പഴയ കാലത്താണെങ്കിൽ ആദമി പേദാഹി ന ഹുവാദ മനുഷ്യൻ ജനിച്ചിട്ടു തന്നെ ഉണ്ടായിരുന്നില്ല. കിതാബേം കോൺ ലിഖ്ത പുസ്തകം ആരെഴുതാനാണ്? തബ് അപ്പോൾ ഹമേ ഉസ് ജമാനെ കി ബാത്തേ നമ്മൾക്ക് ആ കാലത്തിലുള്ള കാര്യങ്ങൾ കേസെ മാലും ഹോ എങ്ങനെ മനസ്സിലാകും? യഹ് തോ നഹി ഹോ സക്ത ഇത് സംഭവിക്കാൻ സാധ്യതയില്ല. ഏത്? ഹം ബൈഠേ ബൈഠേ ഹർ ഏക് ബാത്ത് സോച്ച് നിക്കാലേ നമ്മള് ഇരുന്നിട്ട് എല്ലാ കാര്യവും ആലോചിച്ചെടുക്കുക എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇനി ചോദ്യം, നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേ മാതൃക പോലെ വാക്യത്തെ മാറ്റി എഴുതുക. തും കിതാബ് പഠോഗേ നീ പുസ്തകം വായിക്കും. ഹം കിതാബ് പഠേങ്കേ ഞങ്ങൾ പുസ്തകം വായിക്കും. തും എന്ന് പറയുമ്പോൾ ഒരാള്, ഹം എന്ന് പറയുമ്പോൾ കുറെ ആള്. അടുത്ത തും ആം ഖാവോഗേ നിങ്ങൾ മാങ്ങ കഴിക്കും. അത് ഹമ്മാണെങ്കിലോ തും കിതാബ് പഠോഗേ ഹം കിതാബ് പഠേങ്കേ. തും ആം ഖാവോഗേ ഹം ആം എന്താ വരിക? ഖായേങ്കേ ഞങ്ങൾ മാങ്ങ കഴിക്കും. ഖായേങ്കേ. ഇനി അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം, സംസാർ രൂപി കിതാബ് പഠ്നെ സേ ലോകമാകുന്ന പുസ്തകം വായിക്കുന്നതിൽ നിന്നും ഹം ക്യാ ക്യാ ജാൻ സക്തേ ഹേ നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയും? 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ദുനിയാ കാ പുരാന ഹാൽ ലോകത്തിലെ പഴയ അവസ്ഥ ജാൻ സക്തേ ഹേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രകൃതി കാ ഹർ ചീസേ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളെയും ആത്മകഥ സമച്ച് സക്തേ ഹേ അവരുടെയൊക്കെ ആത്മകഥകൾ നമുക്ക് ലോകമാകുന്ന പുസ്തകത്തെ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. 16 മാതൃക അനുസരിച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
മാതൃക എങ്ങനെയാണ്? തും കിതാബ് പഠേഗെ ഹം കിതാബ് പഠേങ്കെ, തും ആം ഖാओगे ഹം ആം ഖായേങ്കെ എന്നാണ് വരിക. ഇനി 18ാമത്തെ ചോദ്യം, നിമ്നലിഖിത് ബിന്ദുവോം കുക്കി സഹായതാസെ, താഴെ കൊടുത്തിട്ടുള്ള പോയിന്റുകളുടെ സഹായത്തോടെ പ്രകൃതി ഔർ മനുഷ്യ കാ ആപ്പസി സംബന്ധ് വിഷയ പർ ടിപ്പണി ലിഖേ, പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അഥവാ അതല്ലെങ്കിലോ പ്രകൃതി സബ്ക വരദാൻ ഹേ, പ്രകൃതി എല്ലാവരുടെയും വരമാകുന്നു. കാ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരേ, പോസ്റ്റർ ഉണ്ടാക്കുക. പ്രകൃതി ഔർ മനുഷ്യ കാ ആപ്പസി സംബന്ധം, പ്രകൃതിക്കും മനുഷ്യനുമുള്ള പരസ്പര ബന്ധം. മിട്ടി മണ്ണ്, ജൽ ജലം, और വായു വായു, ഇൻ സബ്കോ ഇവയെല്ലാവയെയും മിൽക്കർ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രകൃതി കരുത്തേ. എന്താ ഈ പ്രകൃതി എന്ന് പറഞ്ഞാല്? മണ്ണ്, വായു, ജലം, ഇതിന് മൂന്നിനെയും കൂടി കൂട്ടിയിട്ടാണ് പ്രകൃതി എന്ന് പറയുന്നത്. ലാഖോ കരോടോ വർഷ പുരാനി, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴയ പുരാനി ഈസ് പ്രകൃതി കാ, ഈ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ പ്രകൃതിയെ സഹീഹാൽ ഇതിഹാസവും സേ ഹം സമझ सकते हैं, യഥാർത്ഥ അവസ്ഥ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബേഹദ് ഗർമി ഹോനെ കെ കാരൻ, ശക്തമായ ചൂടായത് കാരണം ധർത്തി മേ ഭൂമിയിൽ കോയി ജാൻദാർ ചീസ് നഹീ തി, ഒരു ഒറ്റ ജീവനുള്ള വസ്തുവും ഉണ്ടായിരുന്നില്ല. ബാദ് മേ പിന്നീട് ജാൻവർ മൃഗങ്ങൾ, മനുഷ്യ ആദി സബ് കുച്ച് യഹാം ജന്മ ലേനെ ലഗെ, ബാക്കിയെല്ലാം ഇവിടെ ഉടലെടുക്കുവാൻ തുടങ്ങി. പ്രകൃതി ജീവൻ കാ ആധാർ ഹേ, പ്രകൃതി ജീവന്റെ ആധാരമാണ്. ധർത്തി ഭൂമി, സബി ജീവ് ജലോം കാ എല്ലാ ജീവജാലങ്ങളെയും ബസേര ബൻഗയ ആശ്രയമായിരിക്കുന്നു. ആജ് ഇന്ന് ഇസ് ദുനിയാമേ ഈ ലോകത്തില് ജോ പ്രഗതി ഹുയി ഹേ ഇൻ സബുമേ പ്രകൃതി കാ സരാഹനീയ സ്ഥാൻ ഹേ, ഇന്ന് ദുനിയാവിലുള്ള എല്ലാത്തിനും പ്രകൃതിയുടെ സരാഹനീയ സ്ഥാൻ ഹേ, പ്രകൃതിയുടെ നിഷേധിക്കാനാവാത്ത സ്ഥാനമുണ്ട്. യഹ് ജ്ഞാൻ ക്ഷേത്ര ഭി ഹേ, ഇത് അറിവിന്റെ ക്ഷേത്രമാണ്. ഗാന്ധിജീനെ ബത്തായാ ഹേ, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയിൽ ഹമാരേ ലിയെ നമുക്കായി സബ് കുച്ച് ഹേ എല്ലാമുണ്ട്. ലേക്കിൻ എന്നാൽ സ്വാർത്ഥ പൂർത്തിക്ക് ലിയെ നമ്മുടെ സ്വാർത്ഥത പൂർത്തീകരിക്കുവാനായി കുച്ച് നഹീം ഹേ ഒന്നുമില്ല, അത്രയാണ് നമ്മുടെ സ്വാർത്ഥത എന്നർത്ഥം. ബാരീക്കി സെ ദേഖിനെ പർ ഹം സമझ सकते हैं कि പ്രകൃതി ഹമാര ജ്ഞാനക്ഷേത്ര ഹേ, സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും പ്രകൃതി നമ്മുടെ അറിവിന്റെ ക്ഷേത്രമാണ് എന്ന്. കൈ പേട് ധാരാളം മരങ്ങള്, പൗതെ ചെടികൾ, ഔർ കീട പ്രാണികളും, കീടാജടി ആദി അച്ചി ഔഷധിയാഹേ ധാരാളം ഔഷധങ്ങളും പ്രകൃതിയിലുണ്ട്. ലേക്കിൻ എന്നാൽ ആജ് ഇന്ന് മാനവ്ക്ക് അനിയന്ത്രിത ഹസ്തക്ഷേപ് സേ നിയന്ത്രണമില്ലാത്ത കൈകടത്തലാൽ പ്രകൃതി കാ നാശ് ഹോ രഹാ ഹേ, പ്രകൃതിയുടെ നാശം ഉണ്ടാവുകയാണ്. ഇസ്കാ ബുരാ അസർ സിർഫ്, ഇതിന്റെ മോശമായ ആഫ്റ്റർ എഫക്റ്റ് മനുഷ്യന് മാത്രമല്ല ഉണ്ടാവുക, സാരേ ജീവജാലോ പർ പടുത്തായി എല്ലാ ജീവികൾക്കും ഉണ്ടാവും. നമ്മൾ മിട്ടി ജൽ വായു സബുക്കോ പ്രദൂഷിത് കർ രഹേ ഹേ, നമ്മൾ മണ്ണ്
ജലം, വായു എല്ലാത്തിനെയും മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലിയെ ഇതിനാൽ പ്രകൃതി കാ സന്തുലൻ ബിഗഡ് രഹാ ഹെ, പ്രകൃതിയുടെ സന്തുലനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജീവജാലോ കാ സർവനാശ് ഹോ രഹാ ഹെ, ജീവജാലങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹമേ യത് ജാൻനാ ചാഹിയെ, നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ആനേവാലി പീഠി ബി, ഇനി വരുന്ന തലമുറ കൂടി പ്രകൃതി കാ ഹാക്ദാർ ഹെ, ഈ പ്രകൃതി ഇനി വരുന്ന തലമുറക്ക് കൂടിയുള്ളതാണ്. ഉനെ ജീനെ കെ ലിയെ സ്വച്ഛ് പ്രകൃതി കോ സൗംബ് ദേനെ കാ ദായിത്വ ഹമേ നിഭാനാ ഹെ, ഇനി വരുന്ന തലമുറക്ക് കൂടി ഈ പ്രകൃതിയെ സുരക്ഷിതമാക്കി വൃത്തിയാക്കി വെക്കുന്നതിനുള്ള ദായിത്വം, ഉത്തരവാദിത്വം നമ്മളിലാണ്. ആഗേക്കെ ദിനോമേ, ഇനി വരുന്ന ദിവസങ്ങളിൽ ഹം ഉസ്മേ ലീൻ ഹോ ജായെ, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മൾ അതിൽ മുഴുകുക. ഇതല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. അതിൽ നമുക്ക് ഈ സ്ലോഗനൊക്കെ ഉൾപ്പെടുത്താം. പ്രകൃതി ഹമാരി മാം ഹെ, പ്രകൃതി നമ്മുടെ അമ്മയാണ്. ഇസ്കി സുരക്ഷ ഹമാരി ജിമ്മേദാരി ഹെ, ഇതിന്റെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ബിനാ പ്രകൃതിക്ക്, പ്രകൃതി കൂടാതെ ഹം ജീനെയും സത്യ, നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ആവോ മിലെ പ്രകൃതിക്ക് രക്ഷാകരെ, വരൂ ഒരുമിച്ച് പ്രകൃതിയെ സംരക്ഷിക്കാം. ഇതോടെ 2020 ഹിന്ദി ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്.